പ്രൈസലോ. ഒരിക്കലൊരു സംഘം ഒരു ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ ആ സംഘത്തലവൻ ആ സംഘത്തോടെല്ലാമായി പ്രകാരം പറഞ്ഞു, നമ്മളൊരു ദീർഘദൂര യാത്ര പുറപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈവശമുള്ള കുരിശുകൾ എടുക്കുക. നീളമുള്ള ഭാരമേറിയ കുരിശ് ഇവരിൽ ഓരോരുത്തരുടെയും കൈവശമുണ്ട്. പലരും ചോദിച്ചു, യാത്രയ്ക്കെന്തിനാ കുരിശ്? സംഘത്തലവൻ പറഞ്ഞു, ആവശ്യമുണ്ടാകും, കയ്യിലിരിക്കട്ടെ. യാത്രയുടെ ദൈർഘ്യം നിമിത്തം, കുരിശിൻ്റെ ഭാരം നിമിത്തവും പലരും ക്ഷീണിതരായി. യാത്ര അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈ സംഘത്തിൽപ്പെട്ട ചിലർ പറഞ്ഞു, ഇത്രയും നീളമുള്ള കുരിശിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു കുരിശ് വേണമെന്നല്ല ഉള്ളോ. അവർ യാത്രാമധ്യത്തിൽ ചിലർ ആ കുരിശിൻ്റെ അറ്റം മുറിച്ചു, ഭാരം കുറച്ചു. അവർ പറഞ്ഞു, എന്തിനാണ് ഇത്രയും വലുതും ചുമ്മിക്കൊണ്ട് നടന്നത്? എന്തായാലും നീളം കുറച്ചപ്പോൾ ഭാരം കുറഞ്ഞല്ലോ. ആ കുരിശിൻ്റെ രൂപത്തിൽ ഒരെണ്ണം കൈ മതിയല്ലോ. അതും തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നു. മറ്റു ചിലർ അല്പം വ്യത്യസ്തമായി പറഞ്ഞു, എന്തായാലും കുരിശ് നമ്മളായിട്ട് മുറിക്കണ്ട, പിന്നെ അതിൻ്റെതായ ദോഷമോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഭാരമുള്ളതാണെങ്കിലും ഇതിനെ വലിച്ചുകൊണ്ട് പോവാം. അവർ ഇതിനെ അറ്റം നിലത്ത് മുട്ടിച്ച് ഒരച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അവർ പറഞ്ഞതാണ്, ഒരഞ്ഞും ചതഞ്ഞും ഒടിഞ്ഞുമൊക്കെ കുറേ ഭാഗം പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഞാനായിട്ട് ഒടിക്കുന്നില്ല, ഞാനായിട്ട് മുറിക്കുന്നില്ല. അങ്ങനെ ഇവർ നടന്നപ്പോൾ മറ്റൊരു ഗ്രൂപ്പ് പറഞ്ഞു, എന്താണെങ്കിലും ഈ കുരിശ് ഞങ്ങൾ നിലത്ത് മുട്ടിക്കത്തില്ല, ഭാരമുണ്ടെങ്കിലും ഞങ്ങൾ ചുമന്നുകൊണ്ട് പോകും. ഇങ്ങനെ ഇവർ യാത്ര ചെയ്ത് ആ യാത്ര ചെയ്ത റോഡ് അവസാനിച്ചത് ഒരു ഗർത്തത്തിൻ്റെ അടുക്കലാണ്. ആ ഗർത്തത്തിനപ്പുറം വീണ്ടും ഒരു റോഡുണ്ട്. സംഘത്തലവൻ പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകണം. ഈ ഗർത്തം കടന്ന് നമുക്ക് അക്കരയ്ക്ക് പോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കുരിശ് കൊണ്ടുവന്ന് ഈ ഗർത്തത്തിൻ്റെ ഇങ്ങേയറ്റത്തും അങ്ങേയറ്റത്തുമായിട്ട് വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൂടെ ഈസി ആയിട്ട് അക്കരെ കിടക്കാം. കുരിശ് മുറിച്ച ഗ്രൂപ്പ് വന്ന് നോക്കിയപ്പോൾ ഇവരുടെ കുരിശിന് നീളം പോരാ. ഈ അറ്റത്ത് വെച്ചാൽ അങ്ങേ അറ്റം എത്തത്തില്ല. ഇത് ഒടിച്ചും ചതച്ചും തനിയെ നശിക്കട്ടെ എന്ന് പറഞ്ഞു പോയവർ, അവർ വെച്ചപ്പോൾ നീളമുണ്ടെങ്കിലും അവർ നോക്കിയപ്പോൾ ഇതിൻ്റെ അറ്റം ദ്രവിച്ചിരിക്കുന്നു, ഒടിഞ്ഞിരിക്കുന്നു. ഇത് വെച്ച് ക്രോസ് ചെയ്താൽ ഇതൊടിഞ്ഞാൽ ഈ അഗാധഗർത്തത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അവരും മടിച്ചു നിന്നു. അല്പം ഭാരമുള്ള കുരിശാണെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയ ഗ്രൂപ്പ് ഈ ഗർത്തത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വെച്ചപ്പോൾ അങ്ങേ തല കറക്റ്റ് അങ്ങേ അറ്റത്തെത്തി. അവർ ഈസിയായിട്ട് ഈ ഗർത്തം കടന്ന് അങ്ങേ കരയിലെത്തി. അവർ യാത്ര ചെയ്ത് അവരുടെ ലക്ഷ്യത്തിലെത്തി. ജീവിതയാത്രയിൽ പലപ്പോഴും ദൈവം നമുക്ക് തന്ന ചില കുരിശുകളുണ്ട്. നമ്മൾ വഹിക്കേണ്ടതായ ചില കുരിശുണ്ട്. ഭാരക്കൂടുതൽ കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ അതിൻ്റെ നീളം കുറയ്ക്കുകയോ അത് ചതയ്ക്കുകയോ ഒടിക്കുകയോ ചെയ്താൽ അക്കരെ ചെല്ലാൻ കഴിയത്തില്ല. നിത്യതയെ ലാക്കാക്കി യാത്ര ചെയ്യുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്നെ ദൈവം വിളിച്ചത് അക്കരയ്ക്കെത്താനാണ്. അതുവരെ ഞാൻ വഹിക്കേണ്ടതായ ചില കുരിശുകളുണ്ട്. ആ കുരിശ് ഞാൻ സന്തോഷത്തോട് വഹിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങേക്കരയിൽ അഥവാ നിത്യതയിൽ ദൈവത്തോടൊപ്പം പാർക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ഭൂമി ഞങ്ങൾ പാർക്കുമ്പോൾ ഞങ്ങൾക്ക് വഹിക്കുവാൻ അങ്ങ് തന്ന ക്രൂസ് അതെന്തുമാകട്ടെ, വ്യത്യസ്തങ്ങളായിരിക്കാം. കർത്താവെ, അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ, അത് വഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അപ്രകാരം അത് വഹിച്ചുകൊണ്ട് പോയാൽ നമുക്കൊരു നാൾ നിത്യതയിലെത്താം. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. ചെറിയ ആശ്വാസത്തിനു വേണ്ടി, ചെറിയ നേട്ടത്തിനു വേണ്ടി, ചെറിയ ഭാരം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രക്രിയകൾ എൻ്റെ നിത്യത എന്നെ നഷ്ടപ്പെടുത്തുമെങ്കിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവെ, എനിക്ക് ഏറ്റവും വലിയത് എൻ്റെ നിത്യതയാണ്. ഞാൻ ആ ക്രൂസ് വഹിച്ചുകൊണ്ട് പോകാൻ തയ്യാറാണ്. അതിനുവേണ്ടി വലിയവനായ കർത്താവ് നമുക്കേവർക്കും ഇടയാക്കട്ടെ. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രായം, എനിക്ക് അതിനുള്ള കൃപ തന്നാൽ മതി. വലിയവനായ കർത്താവ് നമ്മളെവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.